ഹായ്, എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ ഒരു 6 മാസം മുൻപ് ഇതുപോലെ ഇവർക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തായിരുന്നു. സോ വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഗൈസ്. നമ്മളിപ്പോൾ തിരുവല്ല ക്യാമ്പിലാണുള്ളത്. നമ്മൾ ഇന്നലെ 2:30 ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് ട്രെയിൻ വന്നത് 3:30, 5:30 എത്തണം. നമ്മൾ എത്തിയത് 6:30. സോ ഫസ്റ്റ് ബാച്ച് അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ സീനിയേഴ്സ് 3 പേര് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 പേര് അവിടെ സെക്കൻഡ് ലാസ്റ്റ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പുല്ല് വെച്ചിട്ട് പുറത്ത്, അതുകൊണ്ട് ഭയങ്കര തുമ്മൽ അലർജി ഉണ്ടെങ്കിൽ ക്ലാസ്സിനായിട്ട് ജസ്റ്റ് ആണ്. ക്യാമ്പിലേക്ക് വന്നു തുടങ്ങിയ മാഷ ആള് അവിടെ 2 കൊല്ലം ക്ലാസ് എടുക്കുന്നുണ്ട്, തൃശ്ശൂര് റെഗുലർ ക്ലാസ്. അവൻ ഞായറാഴ്ച ദിവസം ഉണ്ടാവില്ല, ബാക്കി എല്ലാ ദിവസവും ഉണ്ടോ മാഷ് മതി. വേറെ എങ്ങാനും മുടങ്ങിപ്പോയാൽ മാത്രം പോകണ്ടോ, അല്ലാതെ 240 അവസാനിപ്പിച്ച് 50 അവസാനിപ്പിക്കണം. 20 വെച്ച് അവസാനിപ്പിക്കാൻ ഇടയിൽ ബ്രേക്ക് എടുക്കാം. എന്താടാ എൻ്റെ പേര് സുരാജ്, സ്ഥലം ചെങ്ങന്നൂരാണ്. ഞാനൊരു ഷെഫായിട്ട് വർക്ക് ചെയ്യാണ്. വിദേശത്തായിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്. അപ്പം എൻ്റെ ചെറുപ്പകാലം മുതലെയുള്ള ആഗ്രഹമാണ് മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് അന്ന് നടന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴിങ്ങനെ കണ്ടപ്പം നമ്മുടെ ഏജ് ഒരു എബോ 40 ആൾക്കാർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് ഓറ ബോക്സിങ്. ഞാൻ അത് ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നത്. ഞാൻ മാഷിനെ വിളിക്കുകയും ക്ലാസ്സിൽ പങ്കെടുക്കുകയും ചെയ്തു. അവിടെ വന്നപ്പം വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറും അതുപോലെ നല്ലൊരു പ്രാക്ടീസും കിട്ടി. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം വളർത്തി നമ്മുടെ ഒരു സെൽഫ് ഡിഫെൻസ് ഇത് ചെയ്യാനുള്ളൊരു കഴിവ് നമുക്ക് കിട്ടി. പിന്നെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. അപ്പം ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ കുട്ടികളായാലും നമുക്ക് ചില മുതിർന്നവരായാലും ഇങ്ങനൊരു കാര്യം പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. എന്തായാലും നമ്മുടെ എന്താ പറയുക, ആത്മവിശ്വാസം വളർത്താനും പിന്നെ നമ്മുടെ ഒരു മാനസികമായ പല പിരിമുറുക്കങ്ങളും സമ്മർദ്ദങ്ങളും ഒന്നും ഒഴിവാകാൻ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന വളരെ നല്ലൊരു ഇത് തോന്നുന്നു, ഒരു റിലാക്സ് കിട്ടി. എന്തായാലും ഒരു നല്ല ക്ലാസ്സാണ്. ഞാൻ തുടരാൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും ആ 3 ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യും. ഇന്നത്തെ ആദ്യത്തെ ക്ലാസ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമസ്കാരം, എൻ്റെ പേര് സുജിത്ത്. ഞാൻ ഈ ഓറോ ബോക്സിങ്ങിനെ പറ്റി അറിഞ്ഞത് ഫേസ്ബുക്ക് വഴിയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ വിശ്വസിക്കത്തില്ല പെട്ടെന്ന് ഈ 4 പേരെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്നത് വെറും എന്താ പറയുന്നത്, വെറുതെ ഒരു പരസ്യത്തിന് വേണ്ടി പറയുന്നതാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ ഇവിടെ വന്ന് ഇതിൽ സാറ് പറയുന്ന പോലെ ഇവിടെ വന്ന് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ സാറ് ചോദിച്ചു, ഒരു ചോദ്യമുണ്ട്, ഫീസ് ആർക്കെങ്കിലും തിരികെ വേണമെങ്കിൽ തരാം, പൈസ ആർക്കെങ്കിലും ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തരാം. ആരും തന്നെ പോയില്ല, കാരണം ഞങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടെ എടുക്കുന്ന ക്ലാസ് ഇപ്പോൾ ഈ ഒരു തലമുറ, ഈ ഒരു നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് നമ്മൾ ഏത് സമയം പോലീസിനെ വിളിക്കാനോ ഒന്നും പറ്റില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. വളരെ നല്ലൊരു ക്ലാസ്സസാണ് ഇവിടെ നടക്കുന്നത്. ഈ ക്ലാസ് ഞങ്ങൾ 9 മണിക്ക് വന്ന് ഈ 4 മണി വരെ എങ്ങനെ പോയി എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. നന്നായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതിലേക്ക് വരണം. ഞാൻ എന്തായാലും ഇതിന് കണ്ടിന്യൂ ചെയ്യും. എന്തായാലും സാറേ വളരെ താങ്ക് യു. എൻ്റെ പേര് സജിൽ ദാസ് ആണ്. ഞാനിപ്പോൾ ഓറോ ബോക്സിൻ്റെ 6ാമത്തെ ക്യാമ്പും കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് ക്യാമ്പിന് വന്നപ്പോൾ ഒത്തിരി ആശങ്കകളും പിന്നെ ഒത്തിരി സംശയങ്ങളുണ്ടായിരുന്നു.
പക്ഷെ ആ സംശയങ്ങളൊക്കെ പിന്നീട് വന്ന 5 ക്ലാസ് കൊണ്ടും നമുക്ക് മാറിക്കിട്ടുകയും നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങും നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് ലെവലും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്തു. എനിക്ക് ഈ 6 ക്ലാസ് കഴിഞ്ഞെങ്കിലും അടുത്ത സ്റ്റെപ്പിലേക്ക് ഈ ഓറോ ബോക്സിങ്ങിൽ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം. എല്ലാ പ്രായക്കാർക്കും ഇത് പഠിച്ചിരിക്കേണ്ട അത്യാവശ്യമായ ഒരു മാർഷൽ ആർട്സ് ആണ്. ഇത് നല്ല രീതിയിൽ പ്രജീഷ് മാഷും അതുപോലെ നാരായൺ മാഷും നല്ല രീതിയിൽ ഇത് പറഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ അത് പഠിപ്പിച്ച് ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നല്ല ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചു. എല്ലാവർക്കും ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചേരാൻ ഇതിൽ പങ്കെടുത്താൽ 6 ക്യാമ്പ് കൊണ്ട് നമുക്ക് പറ്റുമെന്ന് എനിക്ക് ഉത്തമ ബോധ്യം വന്നിരിക്കുകയാണ്. ഹായ്, എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ ഒരു 6 മാസം മുൻപ് ഇതുപോലെ ഇവർക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തായിരുന്നു. ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് ഒരു ചെറിയൊരു പ്രതീക്ഷ മാത്രം മനസ്സിലുണ്ടായിരുന്നില്ല. എത്രത്തോളം ഫലവത്താവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. മുന്നോട്ട് പോകാൻ തയ്യാറായി. കുഴപ്പമില്ല, അടിപൊളിയായിട്ട് ഇപ്പോൾ 6 മാസം ഓരോ മാസവും തരുന്ന ഡെയിലി നമുക്ക് തരാനുള്ള ക്ലാസ് നമുക്ക് വരും. അത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതോടെ നമ്മുടെ ബോഡിയിൽ നമ്മുടെ ആക്ടിവിറ്റീസിൽ എല്ലാത്തിലും നല്ല വ്യത്യാസം ഉണ്ടാവും, മാറ്റങ്ങളും ഉണ്ടാവും. നമുക്ക് കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. സ്ട്രെസ് ബാലൻസ് ഒക്കെ കറക്റ്റ് ആവും. ഓവർ തിങ്കിങ് കുറയും. അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി ഒരു ആർട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ വന്നപ്പം മെൻ്റലി ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. ഈ ഒരു മേഖലയിലേക്ക് ഞാൻ വന്നപ്പോൾ ഇത് എൻ്റെ ഒരു സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ചതെങ്കിലും പക്ഷെ അതെനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെതായ ചേഞ്ചസ് എൻ്റെ സംസാരത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ആർട്ട് വർക്കൊക്കെ അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതിനെ തുടർന്ന് അതായത് മനസ്സിലുണ്ടായിരുന്ന ആ ഒരു സ്ട്രെസ്, ഇൻസെക്യൂരിറ്റി പോലുള്ള ഫീലിങ്സുകൾ, അങ്ങനെ കുറച്ച് സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കുറേയൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഒരു സമചിത്തതയിൽ എത്തിയ പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഒരുപാട് ബോഡി എനർജറ്റിക് ആവുന്നതും ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. എപ്പോഴും നമ്മളൊരു ശ്രദ്ധയോടുകൂടി ഇരിക്കും. ഇവിടുന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടുവോ, അതിനെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാം, ഏത് രീതിയിലാണ് അതിനുള്ള ആക്ഷൻ എടുക്കണം, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി മസിൽ മെമ്മറി പോലുള്ള കാര്യങ്ങളൊക്കെ വർക്കാവുന്നുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകാതിരിക്കാനുള്ള രീതിയിൽ നമുക്ക് മനസ്സിനെ ചിട്ടപ്പെടുത്താനും പറ്റും. അത് ആ കാര്യത്തിൽ ഞാൻ വളരെ ഈ ഒരു കാര്യത്തിൽ ഔറ ബോക്സിംഗ് കൊണ്ട് എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. മുന്നോട്ട് ഇനി ഓരോ ഘട്ടം ഘട്ടമായിട്ട് നിഞ്ചസായി ഇല്ലെങ്കിൽ മറ്റേ ആയുധങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാനും ഇല്ലേ അത് എങ്ങനെ ഫൈറ്റിൽ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ ഇനി അടുത്ത ക്ലാസ്സുകളിലുണ്ട്. അപ്പം ആ ഒരു 6 മാസത്തെ എക്സ്പീരിയൻസ് വളരെ അടിപൊളിയായിരുന്നു. ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടി. നല്ല രീതിയിൽ കുറച്ച് പേരൊക്കെ വന്നവർ കുറച്ചൊരു നല്ല രീതിയിൽ എന്നെക്കാളും ഏറെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയവരുണ്ട്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. ചിലരൊക്കെ ഇവിടെ വെയിറ്റ് ഫാറ്റ് വരെ നന്നായി കുറച്ച് ആളുകളുണ്ട് ഈ ബോക്സിങ് മാത്രം യൂസ് ചെയ്തുകൊണ്ട്. പിന്നെ ചെറിയ തോതിൽ ടീം പ്രാക്ടീസും ഒക്കെ പോകുന്നുണ്ട് ഈ കൂട്ടത്തിൽ. പക്ഷെ കൂടുതൽ മസിൽ സ്ട്രോങ് ആകാത്ത രീതിയിൽ ചെയ്യുന്നു. എങ്കിലേ നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണെങ്കിലും നല്ല രീതിയിൽ വർക്കാവുള്ളൂ. കിക്കൊക്കെ കറക്റ്റ് മസിൽ പിടിക്കാക്കിയിരിക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ സപ്പോർട്ടും നല്ല രീതിയിലുണ്ട്. പ്രജി സാറിനെ അതിന് വളരെയധികം ഞാൻ നന്ദി അറിയിക്കുന്നുണ്ട്. വീണ്ടും മുന്നോട്ട് ഒരുപാട് കാര്യങ്ങളിൽ പുള്ളി നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യും. അതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. സമയം 5:45 നമ്മളിപ്പോ ട്രെയിനിൽ കയറിയിട്ട് കുറച്ചേരായിട്ടുള്ളൂ. ട്രെയിൻ ശരിക്കും 5 മണിക്ക് വരേണ്ട ട്രെയിനാണ്. ഇപ്പോ 5:45 നമ്മൾ 4 പേര് കംപ്ലീറ്റ് ചെയ്ത അനീന സക്രിയ, ബിനുമോൻ, ഒരാളുടെ പേര് ഞാൻ മറന്നുപോയി, പിന്നെ രഞ്ജിത്ത്. 4 പേർക്ക് എന്റെ കൺഗ്രാജുലേഷൻ. അവർ പിന്നെ അടുത്ത ലെവലിലേക്ക് പോകുന്നുണ്ട്. അപ്പോ നമുക്കിനി തൃശ്ശൂർ അപ്പൊ നമ്മളിപ്പോ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. ഞാൻ എത്തില്ല, നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു നമ്മുടെ തിരുവല്ല വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ റോബർട്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങൾ നമുക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയ വ്ളോഗുമായി കാണുന്നത് ഗുഡ് ബൈ.